ഏറ്റവും ഉയർന്ന ബുദ്ധിശക്തി ഐക്യു അല്ല. ഇത് നമ്മൾ സാധാരണ പറയുന്ന ബുദ്ധിയല്ല. വളരെ കുറച്ചാളുകൾക്ക് മാത്രമേ ഇതിലേക്ക് എത്താൻ കഴിയൂ. അതിൻ്റെ പേരാണ് മെറ്റാ കൊഗ്നീഷൻ. സ്വന്തം ചിന്തകളെ തന്നെ ശ്രദ്ധിച്ച് കാണാനുള്ള കഴിവ്. നമ്മളിൽ പലരും എന്താണ് ചെയ്യുന്നത്? ചിന്തിക്കുന്നു, പ്രതികരിക്കുന്നു, അതേ രീതിയിൽ ജീവിക്കുന്നു. അതായത് ഓട്ടോ പൈലറ്റ്. പക്ഷെ ഒരു നിമിഷം നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുന്നത് നിർത്തി നിങ്ങളുടെ ചിന്തകളിലേക്ക് നോക്കാൻ തുടങ്ങിയാൽ അവിടെ വലിയൊരു മാറ്റം തുടങ്ങും. നിങ്ങൾ ചിന്തയിൽ മുഴുകിപ്പോകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ പുറത്തുനിന്ന് നോക്കാൻ തുടങ്ങുന്നു. അതോടെ ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും സംഭവിക്കുന്നതായി നിങ്ങൾ ശ്രദ്ധിക്കും. ഉടനെ പ്രതികരിക്കുന്നത് നിർത്തും. പഴയ ശീലങ്ങളിൽ നിന്നും പുറത്തു കിടക്കാൻ ശ്രമിക്കും. ശാസ്ത്രം പറയുന്നത് ഈ സമയത്ത് നിങ്ങളുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേക ഭാഗം ആക്റ്റീവ് ആകുമെന്നാണ്. അതാണ് ആന്റീരിയർ പ്രിഫ്രണ്ടൽ കോർട്ടെക്സ്. ഇത് ആക്ഷൻ എടുക്കാൻ വേണ്ടിയുള്ളതല്ല, ഒബ്സർവേഷന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ശ്രദ്ധ പുറത്തു നിന്നും ഉള്ളിലേക്ക് തിരിയുന്നത്. മിക്ക ആളുകളും ഇവിടെ എത്തുന്നില്ല. അവർ അതേ ചിന്തകളിൽ കുടുങ്ങി അതേ ജീവിതം ആവർത്തിക്കുന്നു. പക്ഷെ ഇവിടെ എത്തുന്ന കുറച്ചാളുകൾ ശാന്തരായി മാറുന്നു. അവർ മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ മുന്നേറുന്നു. ഏറ്റവും ഉയർന്ന ബുദ്ധി കൂടുതൽ അറിയുന്നതല്ല, സ്വന്തം ഉള്ളിലേക്ക് കൂടുതൽ കാണാൻ കഴിയുന്നതാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ കാണാൻ തുടങ്ങുന്ന നിമിഷം അത് നിങ്ങളെ നിയന്ത്രിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും. നിങ്ങളുടെ ബ്ലൈൻഡ് റിയാക്ഷൻസ് കോൺഷ്യസ് റെസ്പോൺസായി മാറും. അതാണ് യഥാർത്ഥ മാറ്റം. മിക്ക ആളുകളും ജീവിതം മുഴുവൻ പുറത്തെ ലോകത്തെ മാറ്റാൻ ശ്രമിക്കും. ആളുകളെ, സാഹചര്യങ്ങളെ, ഫലങ്ങളെ. പക്ഷേ ചിലർ ഉള്ളിലേക്ക് തിരിയും. അവർ ശ്രദ്ധിക്കുന്നു, അവർ ചോദിക്കുന്നു, അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ ശാന്തമായി അവരെ നിയന്ത്രിച്ചിരുന്ന പാറ്റേൺ അവർ മറികടക്കും. ഇത് വലിയ ശബ്ദമുള്ള വിജയമല്ല, ഇത് വളരെ ശാന്തമായ വളർച്ചയാണ്. പക്ഷേ ഒരു തവണ നിങ്ങൾ ആ നിലയിലെത്തിയാൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയും നിങ്ങൾ ജീവിക്കുന്ന രീതിയും മാറും. അതുകൊണ്ട് ചോദിക്കേണ്ടത് നിങ്ങൾ ബുദ്ധിമാനാണോ എന്നല്ല, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ശ്രദ്ധിക്കാറുണ്ടോ എന്നാണ്. കാരണം അവിടെ നിന്നാണ് നിങ്ങളുടെ യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.